നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് കുമ്പളയിൽ ബസ് വെയിറ്റിംഗ് ഷെഡ് നിർമ്മാണത്തെ ചൊല്ലിയുള്ള വിവാദം കത്തുന്നു. പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയിൽ 2 പേർക്കെതിരെ കേസെടുത്തു. ഹിൽഡ മുന്തേരോയ്ക്ക് കണ്ണീരോട് വിട നൽകി നാട്. വോർക്കാടി സാക്രഡ് ഹാർട്ട് ഓഫ് ജീസസ് പള്ളിയിലായിരുന്നു അന്തിമ ചടങ്ങുകൾ. MSF കാസർഗോഡ് ജില്ലാ സമ്മേളനം ജൂലൈ 10, 11, 12 തീയതികളിൽ കാസർഗോഡ് നടക്കും. പൊതുസമ്മേളനം PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. വനിതാ കമ്മീഷൻ തീരദേശ മേഖലാ ക്യാമ്പിന് തുടക്കം. ഗൃഹസന്ദർശനം, ഏകോപന യോഗം, സെമിനാർ തുടങ്ങിയവ നടക്കും. കേരള പ്രവാസി ലീഗ് ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിന് മുന്നിൽ അവകാശ സമരം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ PM മുനീർ ഹാജി ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ് ഓഫ് കാസർഗോഡിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. ലയൺ PMJF AV വാമൻകുമാർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് കുമ്പളയിൽ ബസ് വെയിറ്റിംഗ് ഷെഡ് നിർമ്മാണത്തെ ചൊല്ലിയുള്ള വിവാദം കത്തുന്നു. കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവായ യൂസഫ് പഞ്ചായത്ത് സെക്രട്ടറി സുമേഷിനെ ഭീഷണിപ്പെടുത്തിയതായി പരാതി ഉയർന്നതോടെയാണ് ഇത് സംബന്ധിച്ചുള്ള വിവാദം ഉടലെടുത്തത്. ക്രമക്കേട് കണ്ടെത്തിയ ബസ് വെയിറ്റിംഗ് ഷെഡ് നിർമ്മാണത്തിന്റെ ബില്ല് പാസാക്കാനാണ് ഓഫീസിലെത്തി സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിയതെന്നാണ് പരാതി. ട്രാഫിക് പരിഷ്കരണത്തിന്റെ ഭാഗമായി 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച 4 ബസ് ഷെൽട്ടറുകളുടെ പേരിലാണ് കുമ്പളയിൽ വിവാദം ഉടലെടുത്തിരിക്കുന്നത്. കുമ്പള പഞ്ചായത്ത് സെക്രട്ടറി സുമേശൻ പഞ്ചായത്ത് ജീവനക്കാരുടെയും വാർഡ് മെമ്പർമാരുടെയും വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഇത് സംബന്ധിച്ച് തനിക്ക് നേരിട്ട ദുരനുഭവത്തെ സംബന്ധിച്ച് കുറിപ്പിട്ടതാണ് വിഷയത്തിന്റെ തുടക്കം. പദ്ധതിക്ക് വിനിയോഗിച്ച തുക എത്രയും പെട്ടെന്ന് നൽകണമെന്നാവശ്യപ്പെട്ട് കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവ് യൂസഫും മറ്റൊരാളും തന്നെ സമീപിക്കുകയും അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാതെ നൽകുവാൻ സാധ്യമല്ലെന്നറിയിച്ചപ്പോൾ ക്യാബിനിൽ വന്ന് ബഹളമുണ്ടാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നായിരുന്നു സെക്രട്ടറിയുടെ കുറിപ്പ്. ഇതിന് പിന്നിൽ ഒളിച്ചുകളിയുണ്ടെന്നും മുൻപും തനിക്ക് ഇത്തരത്തിൽ ഭീഷണികൾ വന്നിരുന്നതായും പരാതി നൽകുവാൻ ഒരുങ്ങിയപ്പോൾ ഭരണസമിതി പിന്തിരിപ്പിച്ചതായും സംഭവം വിശദീകരിക്കവേ പഞ്ചായത്ത് സെക്രട്ടറി K. സുമേഷ് പറഞ്ഞു. തന്റെ സമ്മതമില്ലാതെ പദ്ധതി രേഖയ്ക്ക് വേണ്ടിയെന്ന് പറഞ്ഞ് പ്രസിഡന്റ് ഫോട്ടോ വാങ്ങി പൂർത്തിയാവാത്ത ബസ് ഷെൽട്ടറിന്റെ പോസ്റ്ററിൽ ഉപയോഗിച്ചതായും K. സുമേഷ് ആരോപിച്ചു. ഇവിടെ ഈ റഫീഖ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു തവണയല്ല 2-3 തവണകളിലായിട്ട് കഴിഞ്ഞ 10-15 ദിവസത്തിന്റെ ഇടയിൽ സെക്രട്ടറി അടുത്ത് വരികയും ബഹളം വെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് പ്രസിഡന്റ് ഇടപെട്ടിട്ടാണ് സെക്രട്ടറിയെ കൊണ്ട് പരാതി കൊടുപ്പിക്കാതിരുന്നത്. പിന്നെ ഇത്തവണ ഇദ്ദേഹം വരികയും അത് ഒരു പ്രവൃത്തി നടന്നു കഴിഞ്ഞാൽ ആ പ്രവൃത്തി നടന്നുവോ, അത് എത്രമാത്രം നടന്നു, എസ്റ്റിമേറ്റ് പ്രകാരമാണോ എന്നെല്ലാം നോക്കിയിട്ടേ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പൊ ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ ചെയ്യിക്കുക എന്ന് വെച്ചാൽ അങ്ങനെ വഴങ്ങുന്ന ഒരാളല്ല നമ്മൾ. ധാർമ്മികമായി ജീവിക്കുന്ന ആളാണ്, സത്യസന്ധമായി ജീവിക്കുന്ന ആളാണ്. ഏറ്റവും താഴെ തട്ടിലുള്ള ജനങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഫയലിൽ അവർക്ക് അനുഭാവപൂർവ്വം തീരുമാനമെടുക്കുന്ന ആളാണ്. ഇത് പഞ്ചായത്തിലെ 23 മെമ്പർമാരുണ്ട്. മറ്റു മെമ്പർമാരോട് ചോദിക്കണം എങ്ങനെയാണ് എന്നുള്ളത്, പിന്നെ കൂടെയുള്ള സഹപ്രവർത്തകരോട് ചോദിക്കണം. എന്നാൽ അപ്പൊ അങ്ങനെയൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രസിഡന്റ് വിളിച്ച മീറ്റിംഗിൽ ഇദ്ദേഹം വന്നിട്ട് നിർദ്ദേശങ്ങൾ നൽകുന്ന രീതിയിൽ എനിക്ക് 1-2 തവണ, പക്ഷെ അവിടെയൊക്കെ പ്രസിഡന്റിന് അപമാനം ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ ഒന്നും പറയാതിരുന്നത്. ഇദ്ദേഹം നമ്മളോട് നാളെ ആ ഫയൽ അയക്കണം, ഇന്ന് ആ ഫയൽ അയക്കണം എന്നുള്ളത് പ്രസിഡന്റ് വിളിച്ച മീറ്റിംഗിൽ വെച്ച് പറയുക എന്നുള്ള അതൊന്നൊരു നമ്മുടെ ഒരു ഈ ഉയർന്ന അവബോധമുള്ള ഒരു സമൂഹത്തിന് യോജിച്ചതല്ല. അതുകൊണ്ട് ദിവസേന 1000-ഓളം പേർ വന്നിറങ്ങുന്ന കുമ്പള ടൗണിൽ 39 ലക്ഷം രൂപ ചെലവിൽ 4 ബസ് വെയിറ്റിംഗ് ഷെഡാണ് സ്ഥാപിച്ചത്. താൽപര്യ പത്രത്തിലൂടെ ഹാബിറ്റാറ്റ് എന്ന കമ്പനിയാണ് കരാറെടുത്തത്. ഉദ്ഘാടനം പോലും പൂർത്തിയാക്കാത്ത ബസ് വെയിറ്റിംഗ് ഷെൽട്ടർ കഴിഞ്ഞ മഴയത്ത് ചോർന്നതോടെയാണ് പ്രതിഷേധം ഉയർന്നത്. ആദ്യ മഴയിൽ തന്നെ ഷെൽട്ടറുകളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായതിനാൽ ഇവയുടെ ഗുണമേന്മ ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് DYFI പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു. 2 ലക്ഷം രൂപ വരെ അതിന് അകത്ത് ചെലവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് DYFI കുമ്പള മേഖലാ കമ്മിറ്റിക്ക് ബോധ്യപ്പെടുകയും DYFI മേഖലാ കമ്മിറ്റി, കാസർഗോഡ് ജില്ലാ കളക്ടർ, PDP, അതുപോലെ തന്നെ വകുപ്പ് മന്ത്രി, മറ്റ് വിജിലൻസ്, പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്കൊക്കെ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ബില്ലോ മറ്റ് കാര്യങ്ങളോ ഇപ്പോൾ തരാൻ പറ്റില്ല എന്ന് സെക്രട്ടറി ഇവിടുന്ന് ഇതിൻ്റെ സബ് കരാറുകാരുണ്ട്, റഫീഖ് എന്ന് പറയുന്ന ആളാണ് ആ വ്യക്തി. റഫീഖിൻ്റെ പാർട്ണറായി പ്രവർത്തിക്കുന്നത് ഒരു ജനപ്രതിനിധിയുടെ ഭർത്താവാണ്. ഇവർ ഒരു മരവിലിനകത്ത് പാർട്ട്ണറാണ്.
ഇവർ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ പരാതി നിൽക്കുമ്പോൾ സെക്രട്ടറിയുടെ ചേംബറിൽ കയറി സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ബില്ല് നേടിയെടുക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രമിച്ചത്. ഇവരോടായി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് നല്ല ഉത്തരവാദിത്തത്തോട് പ്രവർത്തിക്കുന്ന സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇത്തരം അഴിമതി നടത്താനാണ് ഇവരുടെ മോഹമെങ്കിൽ അത് എന്ത് വില കൊടുത്തും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ തടിയൊന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഇത്തരത്തിൽ വിവിധ ഇടങ്ങളിൽ നിന്നായി പരാതികൾ ഉയർന്നതോടെയാണ് ഉടൻ ബില്ല് മാറി കരാർ തുക നൽകണമെന്ന ആവശ്യവുമായി യൂസഫും മറ്റൊരാളും പഞ്ചായത്ത് സെക്രട്ടറി സുമേഷിനെ ഓഫീസിൽ കയറി ഭീഷണിപ്പെടുത്തിയെന്നാണ് പറയുന്നത്. തുടർന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി ഇക്കാര്യത്തെക്കുറിച്ച് ഒഫീഷ്യൽ ഗ്രൂപ്പിൽ കുറിപ്പിടുകയും പിന്നാലെ വിഷയം വൻ വിവാദമാകുകയും ചെയ്തത്. സംഭവത്തിൽ ഓഫീസിലെത്തി ഭീഷണിപ്പെടുത്തിയതിന് യൂസഫിനും ഒപ്പമെത്തിയ റഫീഖ് എന്നയാൾക്കുമെതിരെ പഞ്ചായത്ത് സെക്രട്ടറി സുമേഷിന്റെ പരാതിയിൽ കുമ്പള പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഹിൽഡ മൊന്തേരോയ്ക്ക് കണ്ണീരോടെ വിട നൽകി നാട്. വോർക്കാടി സാക്രഡ് ഹാർട്ട് ഓഫ് ജീസസ് പള്ളിയിലാണ് അന്തിമ ചടങ്ങുകൾ നടന്നത്. ബുധനാഴ്ച പുലർച്ചെയാണ് മകൻ മെൽവിൻ മൊന്തേരോ മാതാവ് ഹിൽഡ മൊന്തേരോയെ തീകൊളുത്തി കൊലപ്പെടുത്തിയത്. ഈ സംഭവത്തിന്റെ ഞെട്ടലിൽ നിന്നും വോർക്കാടി ഗ്രാമം ഇനിയും മുക്തമായിട്ടില്ല. മകൻ തീകൊളുത്തി അതിക്രൂരമായി കൊലപ്പെടുത്തിയ വോർക്കാടി നല്ലങ്കൈ സ്വദേശിനിയായ ഹിൽഡ മൊന്തേരോയ്ക്ക് നാട് വേദനയോടെ യാത്രാമൊഴിയേകി. വോർക്കാടി സാക്രഡ് ഹാർട്ട് ഓഫ് ജീസസ് പള്ളിയിലാണ് അന്തിമ ചടങ്ങുകൾ നടന്നത്. കുവൈറ്റിലുള്ള മകൻ ആൽവിൻ മൊന്തേരോ കൊച്ചി വഴി രാവിലെയോടെ വീട്ടിലെത്തിയിരുന്നു. തുടർന്ന് ഉച്ചയ്ക്ക് 3 മണിയോടെ സംസ്കാരം നടന്നു. മതചടങ്ങുകൾക്ക് റവറന്റ് ഫാദർ ബേസിൽ വാസ് നേതൃത്വം നൽകി. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ കമലാക്ഷി കെ, മുൻ മെമ്പർ ഹർഷാദ് വോർക്കാടി, അബ്ദുൽ അസീസ് മരിക്കെ, മുഹമ്മദ് മച്ചൽ, പുരുഷോത്തമ്മ അരിബയിൽ, ദാമോദര മാസ്റ്റർ, റോണി ഡിസൂസ, എസ് അബ്ദുൽ ഖാദർ ഹാജി, ഡി ബൂബ്, മുഹമ്മദ് ഹനീഫ് എച്ച്, അബ്ദുൽ മജീദ് BA, വിനോദ് കുമാർ, ശ്രീവത്സ ഭട്ട്, രാജേഷ് ഡിസൂസ, ഗാഡ്വിൻ റാബിയ, അബൂ സാലി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ബുധനാഴ്ച പുലർച്ചെയാണ് മകൻ മെൽവിൻ മൊന്തേരോ മാതാവ് ഹിൽഡ മൊന്തേരോയെ തീകൊളുത്തി കൊലപ്പെടുത്തിയത്. ബന്ധു യുവതിയായ ലോലിറ്റയെ തീകൊളുത്തി കൊലപ്പെടുത്തുവാനും ശ്രമമുണ്ടായി. ഈ സംഭവത്തിൻ്റെ ഞെട്ടലിൽ നിന്നും വോർക്കാടി ഗ്രാമം ഇനിയും മുക്തമായിട്ടില്ല. അബ്ദുൽ ഉത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. MSF കാസർഗോഡ് ജില്ലാ സമ്മേളനം ജൂലൈ 10, 11, 12 തീയതികളിൽ കാസർഗോഡ് നടക്കും. പൊതുസമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. MSF കാസർഗോഡ് ജില്ലാ സമ്മേളനം ജൂലൈ 10, 11, 12 തീയതികളിൽ കാസർഗോഡ് നടക്കും. പരിപാടിയുടെ ഭാഗമായി സ്വാഗത സംഘം രൂപീകരണ യോഗവും ഓഫീസ് ഉദ്ഘാടനവും നടന്നതായി ഭാരവാഹികൾ അറിയിച്ചു. ജൂലൈ 10 വ്യാഴാഴ്ച കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തോടെ ജില്ലാ സമ്മേളനം ആരംഭിക്കുമെന്നും ജൂലൈ 12 വിദ്യാർത്ഥി റാലിയും പൊതുസമ്മേളനവും നടക്കും. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. വ്യാഴാഴ്ച നടക്കുന്ന പതാക ദിനവും ശാഖാതലങ്ങളിൽ പതാക ഉയർത്തുന്ന പ്രോഗ്രാമാണ് വെള്ളിയാഴ്ച നടക്കുന്നത്. 12-ാം തീയതി വിദ്യാർത്ഥി മഹാറാലിയോടുകൂടി താലങ്ങാടി ക്ലോക്ക് ടവറിൽ നിന്ന് ആരംഭിച്ച് സമ്മേളന നഗരിയിൽ അവസാനിക്കുന്ന വിദ്യാർത്ഥി റാലിയോടുകൂടി പൊതുസമ്മേളനം നടക്കുകയാണ്. ഉദ്ഘാടന കർമ്മം മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കലക്ടർ മാഹിൻ ഹാജി, പ്രസിഡന്റ് ഹാരിസ് ചൂരി, MSF ജില്ലാ പ്രസിഡന്റ് സയ്യിദ് താഹ തങ്ങൾ, സെക്രട്ടറി സമദ് അങ്കടിമുഖർ, അനസ് എതിർത്തോട്, ഇർഷാദ് മൊഗ്രാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വനിതാ കമ്മീഷൻ കാസർഗോഡ് ജില്ലയിൽ സംഘടിപ്പിച്ച തീരദേശ മേഖലാ ക്യാമ്പിന് വലിയപറമ്പ് പടന്നാക്കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ തുടക്കമായി. ഗൃഹസന്ദർശനം, ഏകോപന യോഗം, സെമിനാർ തുടങ്ങിയവയാണ് ക്യാമ്പിന്റെ ഭാഗമായി നടക്കുന്നത്. വലിയ പറമ്പിന്റെ പ്രത്യേകമായ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന്റെ ഭാഗമായും വനിതകളുടെ പ്രശ്നങ്ങളും പോരായ്മകളും തിരിച്ചറിഞ്ഞ് പരിഹാരമാർഗങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും ഉന്നമനവും സംരക്ഷണവും ലക്ഷ്യമിട്ടുമാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ബോധവൽക്കരണ പരിപാടികൾ, സിറ്റിംഗ്, നിയമസഹായങ്ങൾ, പ്രശ്നങ്ങൾ നേരിട്ട് പരിഹാരം തേടി ക്രോഡീകരിച്ച് സർക്കാരിൽ സമർപ്പിച്ച് പരിഹരിക്കുകയാണ് ലക്ഷ്യമെന്ന് ഏകോപന യോഗത്തിൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ച കേരള വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് P. കുഞ്ഞായിഷ പറഞ്ഞു. വിവിധ മേഖലകളിൽ നമ്മുടെ സ്ത്രീകൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്നറിയുന്നതിന് വേണ്ടി വനിതാ കമ്മീഷൻ എല്ലാ മേഖലകളിലും സ്ത്രീകളെ നേരിട്ട് പോയി അവരുടെ പ്രശ്നങ്ങൾ അറിയുന്നതിന് വേണ്ടി കേരളത്തിൽ എല്ലാ ജില്ലകളിലും പബ്ലിക് ഹിയറിങ്ങുകളൊക്കെ സംഘടിപ്പിച്ചു വരികയാണ്.
അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് 2 വിഭാഗമായി കേരള വനിതാ കമ്മീഷൻ തിരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റൽ മേഖലയും അതുപോലെ തന്നെ ട്രൈബൽ മേഖലയുമായി തിരിച്ച് കോസ്റ്റൽ മേഖലയിൽ തീരദേശ മേഖലയിൽ താമസിക്കുന്നവരുടെ പ്രശ്നങ്ങൾ അറിയുന്നതിന് വേണ്ടിയും അവർ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നതൊക്കെ നേരിട്ടറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 2 ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ട്രൈബൽ മേഖലയിലും ഇത്തരത്തിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വരുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. ഏകോപന യോഗത്തിൽ ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥരുമായി സംവദിക്കുകയും ഞായറാഴ്ച പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സെമിനാറുമാണ് നടക്കുന്നത്. മത്സ്യബന്ധന കേന്ദ്രമാണെങ്കിലും വിപണനത്തിനെത്തിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടന്നു. യുവതലമുറയെ വഴിതെറ്റിക്കുന്ന രാസലഹരി വസ്തുക്കളുടെ വിതരണത്തെക്കുറിച്ചും ഇത് വനിതകൾക്കും കുടുംബങ്ങളിലും ഉണ്ടാക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുവാൻ നടപടി ഉണ്ടാവണമെന്ന ആവശ്യവും ചർച്ചയിൽ ഉയർന്നു. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സജീവൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വനിതാ കമ്മീഷൻ പ്രൊജക്ട് ഓഫീസർ എൻ ദിവ്യ, വനിതാ കമ്മീഷൻ ഫിനാൻസ് ഓഫീസർ ലീച്ച ജോസഫ്, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ.എ. ലബീബ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശ്യാമള, സ്ഥിരം സമിതി അധ്യക്ഷരായ ഖാദർ പാണ്ഡ്യാല, കെ മനോഹരൻ, പഞ്ചായത്ത് അംഗം എം അബ്ദുൽ സലാം, കുടുംബശ്രീ CDS അധ്യക്ഷ ഇ.കെ. ബിന്ദു എന്നിവർ സംസാരിച്ചു. പല മേഖലയിലും ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കിട്ടാത്തത് അർഹരായവർക്ക് പല സഹായങ്ങളും ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുന്നത് തടസ്സപ്പെടുത്തുന്നുണ്ടെന്ന് കമ്മീഷൻ യോഗത്തിൽ സൂചിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന സെമിനാർ എം രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്യും. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ അധ്യക്ഷത വഹിക്കും. സെമിനാറിൽ അഡ്വക്കേറ്റ് എം ആശാലത, എസ് ഐശ്വര്യ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കും. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള പ്രവാസി ലീഗ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ അവകാശ സമരം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ PM മുനീർ ഹാജി ഉദ്ഘാടനം ചെയ്തു. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള പ്രവാസി ലീഗ് ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിന് മുന്നിൽ അവകാശ സമരം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ PM മുനീർ ഹാജി ഉദ്ഘാടനം ചെയ്തു. നിർദ്ദിഷ്ട പ്രവാസി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അത് സർക്കാരിന് ഒരു വോട്ടോ വരല്ല, അതിനെക്കൊണ്ട് സാമ്പത്തിക നഷ്ടം വരാൻ അവർക്ക് ഇല്ല. സർക്കാർ അത് ഒരു മുൻകൈ എടുത്തുകൊണ്ട് ചെയ്തു കൊടുക്കേണ്ടത് ആവശ്യം. അതുപോലെ അതിൽ നിന്നാണ് 60 കഴിഞ്ഞ ആളുകൾക്ക് അവർക്ക് പെൻഷൻ കൊടുക്കണം. മുൻകൂട്ടി തന്നെ പെൻഷൻ ഉണ്ട്. ആ പെൻഷൻ എല്ലാവർക്കും കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അതുപോലെ അതിന് ചില നിയമസംശയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അത് നിഷേധിക്കുന്ന ഒരവസ്ഥ ഇല്ലാതാക്കണം എന്നാണ് ഇവരാവശ്യപ്പെടുന്നത്. മടങ്ങിയെത്തിയ പ്രവാസികൾക്ക് തിരിച്ചെടുക്കാതെ കൊടുക്കുന്നതിൽ എന്താണ് സർക്കാരിന് തടസ്സം? നോർക്കയുടെ തിരിച്ചെടുക്കാതെ കൊടുക്കുന്നുണ്ട്. പക്ഷേ പ്രവാസികൾക്ക് കൂടി അതുണ്ടാക്കി എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്നാണ് ഇവരാവശ്യപ്പെടുന്നത്. ജില്ലാ പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന ഗഫൂർ തളങ്കര അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഖാദർ ഹാജി, ബഷീർ വെള്ളിക്കോത്ത്, KEA ബക്കർ, അബ്ദുള്ള കുഞ്ഞി ചെറുക്കള, അസീസ് മരിക്കെ, കാപ്പൽ മുഹമ്മദ് പാഷ, TP കുഞ്ഞബ്ദുള്ള ഹാജി, അസീസ് കൂലേരി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജിലെ പുതുതലമുറ കോഴ്സുകൾ തിങ്കളാഴ്ച രാവിലെ മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. പുതിയ ക്ലാസ് റൂം ബ്ലോക്ക്, ഫയർ ആൻഡ് സേഫ്റ്റി സിസ്റ്റം, നവീകരിച്ച ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ബ്ലോക്ക് എന്നിവയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് NBA അക്രഡിറ്റേഷൻ ലഭിച്ചതിന്റെ പ്രഖ്യാപനവും ചടങ്ങിൽ വെച്ച് നടക്കുമെന്നും അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 32 വർഷക്കാലമായി മലബാറിന്റെ സാങ്കേതിക വിദ്യാഭ്യാസ ഗവേഷണ രംഗത്തെ നിറസാന്നിധ്യമായ കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജ് അന്തർദേശീയ തൊഴിൽ സാധ്യതകളെ മുൻനിർത്തി ഈ വർഷം കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റംസ് എന്നീ 2 പുതുതലമുറ കോഴ്സുകളാണ് ആരംഭിക്കുന്നത്. കേരള സർക്കാരിൻ്റെ 5ാം 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു പുതുതലമുറ കോഴ്സുകളുടെ ഉദ്ഘാടനം നിർവഹിക്കും. പുതിയ ക്ലാസ് റൂം ബ്ലോക്ക്, ഫയർ ആൻഡ് സേഫ്റ്റി സിസ്റ്റംസ്, നവീകരിച്ച ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ബ്ലോക്ക് എന്നിവയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് NBA അക്രഡിറ്റേഷൻ ലഭിച്ചതിൻ്റെ പ്രഖ്യാപനവും ചടങ്ങിൽ വെച്ച് നിർവഹിക്കും. അതോടൊപ്പം 2024-25 അധ്യയന വർഷത്തിൽ വിവിധ മേഖലകളിൽ നേട്ടം കൈവരിച്ച അധ്യാപകരെയും വിദ്യാർത്ഥികളെയും മന്ത്രി അനുമോദിക്കും. ടാറ്റ കൺസൾട്ടൻസി സർവീസിൻ്റെ അക്കാദമിക് അലിയൻസ് ഗ്രൂപ്പ് മേധാവി ഡോക്ടർ സുശീന്ദ്രൻ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തും.
സാധാരണ കോഴ്സുകളിൽ നിന്നും വ്യത്യസ്തമായി ഈ കോഴ്സുകളുടെ രൂപകൽപ്പനയിലും നടത്തിപ്പിലും വ്യാവസായിക ലോകത്തിൻ്റെ സഹകരണം ഉറപ്പാക്കുന്നതിനു വേണ്ടി ഇന്ത്യയിലെ മികച്ച IT കമ്പനിയായ ടാറ്റ കൺസൾട്ടൻസി സർവീസസുമായി ചടങ്ങിൽ ധാരണാപത്രം ഒപ്പുവെക്കുമെന്നും അധികൃതർ അറിയിച്ചു. നമ്മൾ 2 പുതിയ തലമുറ കോഴ്സുകൾ ആരംഭിക്കുന്നുണ്ട് ഈ വർഷം. ഒന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡേറ്റാ സയൻസും മറ്റത് കമ്പ്യൂട്ടർ സയൻസും ആൻഡ് ബിസിനസ് സിസ്റ്റം. ഈ 2 കോഴ്സുകളാണ് നമ്മൾ ഇപ്രാവശ്യം ആരംഭിക്കുന്നത്. അതിൽ ഈ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം അത് നമ്മൾ ടാറ്റ കമ്പനിയായിട്ട് സംയോജിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നില്ല, കൊലാബറേഷനായിട്ട്. അതിന് MOU സൈൻ ഇടും. അപ്പോൾ അവർ ഡിസൈൻ ചെയ്യുന്ന കോഴ്സും അവരെ ട്രെയിനിങ്ങും അവരുടെ ഇന്റേൺഷിപ്പും അവരെ പറ്റുന്നത്ര ജോലിയും ഒരു ഉറപ്പ് വരുത്തിയിട്ടാണ് ഈ കോഴ്സ് നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് ഷക്കൂർ, UG ഡീൻ ഡോക്ടർ പ്രവീൺ കുമാർ കോടോത്ത്, ഡീൻ റിസർച്ച് ഡോക്ടർ പ്രമോദ് P, പ്ലേസ്മെന്റ് ഓഫീസർ ഡോക്ടർ രാഹുൽ C, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ജോഷുവ PY, PTA വൈസ് പ്രസിഡന്റ് മുജീബ് മാങ്ങാട്, PTA സെക്രട്ടറി CV കൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലയൺസ് ക്ലബ്ബ് ഓഫ് കാസർഗോഡിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. കാസർഗോഡ് ബീരൻപയറിൽ ലയൺ സേവാ മന്ദിരത്തിൽ നടന്ന ചടങ്ങ് ലയൺ PMJF AV വാമൻകുമാർ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് ഓഫ് കാസർഗോഡിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. കാസർഗോഡ് ബീരന്ത് വയലിലെ ലയൺ സേവാ മന്ദിരത്തിലാണ് സ്ഥാനാരോഹണ ചടങ്ങ് നടന്നത്. ലയൺ PMJF AV വാമൻകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 13 വരെ ലോകത്തിലെ എല്ലാ ലാൻഡ്സ്കേപ്പുകളും മെന്റൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് എന്ന ഒരു പ്രോജക്റ്റ് മാത്രമേ ചെയ്യൂ. ആൾക്കാരുടെ മാനസിക സംഘർഷങ്ങൾ കുറക്കാനും അവരുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള പ്രോജക്റ്റുകൾ ലോകത്തിലെ 80,000 ക്ലബ്ബുകളും ഒരാഴ്ച അത് മാത്രമേ ചെയ്യൂ. ദാറ്റ് ഈസ് റിസർച്ച് 4th October to 30th October. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് രാജേന്ദ്ര കുണ്ടാർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് കരുണാകരൻ നമ്പ്യാർ, ഡോക്ടർ രാഘവേന്ദ്ര ഭട്ട്, B കുഞ്ഞിക്കണ്ണൻ, V വേണുഗോപാലൻ, MN രാജീവ്, NT ഗംഗാധരൻ, സുഷമ രാധാകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. ദാമോദരൻ സ്വാഗതവും A പ്രേംജിത്ത് നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി B കുഞ്ഞിക്കണ്ണനെ പ്രസിഡന്റായും A പ്രേംജിത്തിനെ സെക്രട്ടറിയായും M പ്രസീഷ് കുമാറിനെ ഖജാൻജിയായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് എക്സ്പാട്രിയേറ്റ്സ് അസോസിയേഷൻ KEA കുവൈറ്റ് 10ാമത് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും കുവൈറ്റ് ഫെസ്റ്റ് 2025 മെഗാ പരിപാടിയും ജൂൺ 29 കാസർഗോഡ് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുവൈറ്റിലെ കാസർഗോഡ് ജില്ലക്കാരുടെ കൂട്ടായ്മയായ കാസർഗോഡ് എക്സ്പാട്രിയേറ്റ്സ് അസോസിയേഷൻ KEA കുവൈറ്റ് 10ാമത് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും കുവൈറ്റ് ഫെസ്റ്റ് 2025 മെഗാ പരിപാടിയും ജൂൺ 29 കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടക്കും. സാംസ്കാരിക സമ്മേളനം കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ, ഉദുമ MLA CH കുഞ്ഞമ്പു എന്നിവർ വിവിധ ഇനം വിദ്യാഭ്യാസ അവാർഡുകളുടെ ഭാഗമായുള്ള മൊമൻറ്റോസും ക്യാഷ് അവാർഡും വിതരണം ചെയ്യുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ജൂൺ 21 തീയതി ഞായറാഴ്ച രാവിലെ 10 മണിക്കാണ് നമ്മുടെ പരിപാടി തുടങ്ങുന്നത്. ആ പരിപാടി വെച്ച് 100ഓളം വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണം നടക്കും. അതോടൊപ്പം തന്നെ 2-3 ചെറിയൊരു പരിപാടിയും അതിനൊപ്പം നടത്തുന്നുണ്ട്. അതായത് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള ഫാഷൻ ഷോ, സ്ത്രീകൾക്കായി മൈലാഞ്ചി മത്സരം, പായസ മത്സരം എന്നിവ കൂടാതെ ബാലചന്ദ്രൻ കൊട്ടോടിയുടെ മാജിക് ഷോ, പിന്നെ ഇസ്മായിൽ തളങ്കര പാർട്ടി അവതരിപ്പിക്കുന്ന ഗാനമേളയും അവിടെ നടക്കും. കാസർഗോഡ് എക്സ്പാട്രിയേറ്റ്സ് അസോസിയേഷൻ KEA കുവൈറ്റ് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി CH, സെക്രട്ടറി അസീസ് തളങ്കര, പ്രോഗ്രാം കൺവീനർ അബ്ദുള്ള കടവത്ത്, ജോയിന്റ് കൺവീനർ മുഹമ്മദ് ഹദ്ദാദ്, സത്താർ കൊളവയൽ, യൂസഫ് കൊത്തിക്കാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പാക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂളിൽ റോഡ് സുരക്ഷാ ക്ലാസ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് RTO മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിജയൻ M ക്ലാസ് കൈകാര്യം ചെയ്തു. നാഷണൽ സർവീസ് സ്കീം പാക്കം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൂടെയുണ്ട് കരുത്തേകാൻ പദ്ധതിയുടെ ഭാഗമായി രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ റോഡ് സുരക്ഷാ ക്ലാസ് സംഘടിപ്പിച്ചു. RTO കാഞ്ഞങ്ങാടിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിജയൻ M ക്ലാസ് കൈകാര്യം ചെയ്തു.
ഒരു വർഷം 4000-നും 4500-നും ഇടയിൽ ആളുകളാണ് ഓടുന്നത്. ഇപ്പൊ കണക്കേത ശരിക്കില്ലേ എത്ര ആളുകൾ മരിക്കുന്നുണ്ട്? അപ്പൊ ഈ സിറ്റുവേഷനിലാണ്, ഈ ചുറ്റുപാടിലാണ്, ഈ സാഹചര്യത്തിലാണ് റോഡ് സുരക്ഷ നമ്മുടെ വിഷയമായി പാഠ്യപദ്ധതിയിലേക്കുള്ള ഒരു വിഷയമായി വരുന്നതിന്റെ മുന്നോടിയാണ് ഇങ്ങനെയുള്ള ചില ക്ലാസുകൾ. പ്രിൻസിപ്പാൾ സനിൽകുമാർ TV അധ്യക്ഷത വഹിച്ചു. പ്രായപൂർത്തിയാകാതെ വാഹനം ഉപയോഗിക്കുന്നവർക്കുള്ള ജുവൈനൽ ഡ്രൈവിംഗിനുള്ള ശിക്ഷാ നടപടികൾ, കാൽനടയാത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പൊതുനിരത്തിൽ പാലിക്കേണ്ട റോഡ് മര്യാദകൾ എന്നിവ ഉദാഹരണ സഹിതം ക്ലാസ്സിൽ ചർച്ച ചെയ്യപ്പെട്ടു. ക്ലാസ്സിന് NSS പ്രോഗ്രാം ഓഫീസർ ലെക്സി എബ്രഹാം സ്വാഗതവും വളണ്ടിയർ ദിയ ജയറാം നന്ദിയും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലയൺസ് ക്ലബ്ബ് ഓഫ് ബേക്കൽ ഫോർട്ട് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് രാജ് റെസിഡൻസി ഓഡിറ്റോറിയത്തിൽ നടന്നു. സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ടൈറ്റസ് തോമസ് MJF ഉദ്ഘാടനം നിർവഹിച്ചു. ലയൺസ് ക്ലബ്ബ് ഓഫ് ബേക്കൽ ഫോർട്ട് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചു. രാജ് റെസിഡൻസിയിൽ വെച്ചായിരുന്നു ചടങ്ങ് നടന്നത്. സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ടൈറ്റസ് തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് നമ്മൾ ലയൺസ് പ്രസ്ഥാനം ഒട്ടേറെ സേവന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു ഇൻഡിവിജ്വലായി കുറേയേറെ സേവന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ ലയൺസിലൂടെ ഒട്ടനവധി സേവന പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരികയും അതൊരു വലിയൊരു പ്രസ്ഥാനമായി മാറുകയും ചെയ്തു. പ്രത്യേകിച്ച് ഈ ക്ലബ്ബ് വന്ന കാലത്ത് 2016 ഈ ക്ലബ്ബ് വരുമ്പോൾ, ഞാൻ മനസ്സിലാക്കുന്ന 9-10 വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ലബ്ബ് വരുമ്പോൾ ഇവിടെ കൂടുതൽ ക്ലബ്ബുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ലയൺസ് ബേക്കൽ ഫോർട്ടിന്റെ പ്രവർത്തനങ്ങൾ വളരെയേറെ ശ്രദ്ധ ആകർഷിച്ച പ്രവർത്തനങ്ങളായിരുന്നു നടന്നിരുന്നത്. മുൻ പ്രസിഡന്റുമാരെ ഞാൻ പറഞ്ഞ പോലെ നാസർക്ക് അതിന് നല്ലൊരു ലീഡർഷിപ്പ് നൽകിയിട്ടുണ്ട്. ക്ലബ് പ്രസിഡന്റ് ലയൺ ഗോവിന്ദൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ലയൺ അഷ്റഫ് പറമ്പത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. PM നാസർ കുളവയൽ, IPP ബഷീർ, ലയൺ ജംഷീദ ഷറഫുദ്ദീൻ, അസ്ഫ അഷ്റഫ് എന്നിവർ സംസാരിച്ചു. മുനീർ M സ്വാഗതവും ഷറഫുദ്ദീൻ CH നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി അഷ്റഫ് പറമ്പത്തിനെയും ജനറൽ സെക്രട്ടറിയായി ഷൗക്കത്ത് അലി AK-യെയും ട്രഷററായി ഷറഫുദ്ദീൻ CH-നെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വ്യത്യസ്ത തലങ്ങളിൽ കഴിവ് തെളിയിച്ച കുടുംബശ്രീ അംഗങ്ങൾ ആരോഗ്യ പരിചരണവുമായി പുതിയ മേഖലകളിലേക്ക് കൂടി കടക്കുന്നു. കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ നേതൃത്വത്തിൽ ആയുർവേദ സ്പാ പരിശീലനം പൂർത്തീകരിച്ചവർ പുറത്തിറങ്ങി. വ്യക്തിത്വ വികസന തൊഴിൽ സംരംഭ ഗവേഷണ കേന്ദ്രമായി കുടുംബശ്രീക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ജോബ് കഫേ നേതൃത്വത്തിൽ 1.5 മാസം നൽകിയ ആയുർവേദ സ്പാ പരിശീലനത്തിൽ ജില്ലയിലെ 11 പഞ്ചായത്തുകളിൽ നിന്നായി 27 പേരാണ് പങ്കെടുത്തത്. സ്പാ ആൻഡ് ട്രഡീഷണൽ ട്രീറ്റ്മെന്റ് എന്ന പരിശീലന പദ്ധതിയിൽ ചേർന്നവർക്ക് സേവന ശുശ്രൂഷ മേഖലകളിൽ അനന്ത സാധ്യതകളാണ് കുടുംബശ്രീ തുറന്നിട്ടുള്ളത്. ആയുർവേദ തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ കൂടാതെ സ്പാ ട്രീറ്റ്മെന്റ്, സുഖചികിത്സ, പ്രസവരക്ഷാ പരിചരണം, ഹൗസ് സർവീസ് തുടങ്ങിയ മേഖലകളിൽ കൂടി ഇവർക്ക് പ്രവർത്തിക്കാൻ ഇടമൊരുക്കിയാണ് പരിശീലനം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇടയിലേക്കാട് കേന്ദ്രീകരിച്ചാണ് കാസർഗോഡ് ജില്ലയിലെ വിവിധ പഞ്ചായത്ത് പരിധിയിലുള്ള കുടുംബശ്രീ അംഗങ്ങൾക്ക് പരിശീലനം നൽകിയത്. ചികിത്സകരല്ല എങ്കിലും ആരോഗ്യ സംരക്ഷണ മേഖലയിൽ പിന്തുണ നൽകുന്ന സേവനദാതാവായി മാറുന്ന തരത്തിലാണ് തെറാപ്പി വരെ ചെയ്യുന്നവരായി കുടുംബശ്രീ പ്രവർത്തകരെ പരിശീലിപ്പിച്ചെടുത്തിട്ടുള്ളത്. സ്വയം തൊഴിൽ സംരംഭങ്ങൾ എന്നതിലുപരി സമർപ്പണവും സേവന സന്നദ്ധതയുമാണ് സ്പായിലൂടെ കുടുംബശ്രീ പ്രസ്ഥാനം തുറന്നിടുന്നത്. വലിയപറമ്പ് കുടുംബശ്രീ CDSന്റെ ആതിഥേയത്വത്തിൽ കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ നേതൃത്വത്തിൽ ആയുർവേദ സ്പാ പരിശീലനം പൂർത്തീകരിച്ച വിവിധ CDSകളിലെ കുടുംബശ്രീ അംഗങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം നടന്നു. ഇടയിലേക്കാട് നടന്ന ചടങ്ങിൽ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ സർട്ടിഫിക്കറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഒരു പ്രദേശത്തിനകത്ത്, നമ്മുടെ വീട്ടിനകത്ത് ഉണ്ടാവുന്ന ഒരു വീട് വെക്കുമ്പോൾ നമുക്ക് വയറിങ് വേണം, പ്ലംബിങ് വേണം, അല്ലെങ്കിൽ മറ്റ് ഒരുപാട് സംഭവങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ പുരുഷന്മാരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇതൊന്നും നമുക്ക് പറഞ്ഞതല്ല. നമ്മൾ സാധാരണ കേടായ സാധനം എടുത്ത് ഒരു ഷോപ്പിലേക്ക് കൊണ്ടുപോകുന്നവരായിരുന്നെങ്കിൽ, എന്നാൽ ഈ ഷോപ്പിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ കേടായ മിക്സി ശരിയാക്കിയാൽ എന്താ എന്ന ചിന്ത പോലും ഇല്ലാതിരുന്ന ഒരു സ്ത്രീ സമൂഹത്തെ അതിലേക്ക് കൈപിടിച്ചുയർത്താൻ
വലിയപറമ്പ് കുടുംബശ്രീ CDS അധ്യക്ഷ EK ബിന്ദു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ മിഷൻ ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ D ഹരിദാസ്, ജോബ് കഫേ ഡയറക്ടർ AV രാജേഷ്, ഡോക്ടർ V രാജീവൻ, ഡോക്ടർ M ആതിര, ഡോക്ടർ T ആയിഷ റഹ്മാൻ, AV ശൈലജ എന്നിവർ സംസാരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മിൽമ കാസർഗോഡ് ഡയറി ബാനം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ലഹരി വിരുദ്ധ ചിത്രരചന സംഘടിപ്പിച്ചു. ഡയറി മാനേജർ സ്വീറ്റി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. മിൽമയുടെ നേതൃത്വത്തിൽ ലഹരിയുടെ അടിമയാകരുത്, ജീവിതത്തിന്റെ ഉടമയാകുക എന്ന വിഷയത്തിൽ ബാനം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ലഹരി വിരുദ്ധ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. ലഹരിയുടെ ദോഷവശങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം സംഘടിപ്പിച്ചത്. മിൽമ കാസർഗോഡ് ഡയറി മാനേജർ സ്വീറ്റി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് P മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. മാർക്കറ്റിംഗ് ഓഫീസർ ആശിഷ് ഉണ്ണി, സീനിയർ അസിസ്റ്റന്റ് PK ബാലചന്ദ്രൻ, സ്റ്റാഫ് സെക്രട്ടറി അനിത മേലത്ത്, പ്രോഗ്രാം കൺവീനർ അനു പെരിയർ എന്നിവർ സംസാരിച്ചു. പ്രധാന അധ്യാപിക C കോമളവല്ലി സ്വാഗതവും നീലേശ്വരം സോൺ ഫീൽഡ് സൂപ്പർവൈസർ K പ്രിയേഷ് നന്ദിയും പറഞ്ഞു. ഹൈസ്കൂൾ വിഭാഗത്തിൽ TV അഞ്ജിത, K ആദിത്യ, P സൗഭാഗ്യ, UP വിഭാഗത്തിൽ M നിവേദ്, TK രന മെഹ്റിൻ, M ഗൗരിനന്ദ എന്നിവർ ആദ്യ 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. സർട്ടിഫിക്കറ്റിനൊപ്പം മൊമെന്റോയും സമ്മാനങ്ങളായി നൽകി. ലഹരിവിരുദ്ധ റാലിയും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നെല്ലിക്കുന്ന് തങ്ങളുപ്പാപ്പ ഉറൂസ് 2026 ജനുവരി 14 മുതൽ 24 വരെ നടക്കും. കേരളത്തിലെയും കർണാടകയിലെയും പ്രശസ്തരായ മതപണ്ഡിതന്മാർ, സദാത്യങ്ങൾ തുടങ്ങി നിരവധി പ്രമുഖർ ഉറൂസിൽ സംബന്ധിക്കും. നെല്ലിക്കുന്ന് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് അങ്കണത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ചരിത്രപ്രസിദ്ധമായ നെല്ലിക്കുന്ന് തങ്ങൾ ഉപ്പാപ്പ ഉറൂസ് 2026 ജനുവരി 14 മുതൽ 24 വരെ നടത്തുവാൻ നെല്ലിക്കുന്ന് മുഹിയുദ്ദീൻ പള്ളി ജമാഅത്ത് കമ്മിറ്റി ജുമുഅ നിസ്കാരാനന്തരം വിളിച്ചു ചേർത്ത ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനമെടുത്തു. മതമൈത്രിയുടെ പര്യായമായ തങ്ങൾ ഉപ്പാപ്പ ഉറൂസിനുള്ള ഒരുക്കങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കും. കേരളത്തിലെയും കർണാടകയിലെയും പ്രശസ്തരായ മത പണ്ഡിതന്മാർ, സാദാത്യങ്ങൾ എന്നിവർ സംബന്ധിക്കും. ഗൾഫ് നാടുകളിലുള്ള പ്രവാസികൾ ഉറൂസിന് സംബന്ധിക്കുവാൻ എത്തിച്ചേരും. ജനുവരി 25 രാവിലെ 10,000ങ്ങൾക്ക് അന്നദാനം നൽകുന്നതോടെ ഉറൂസ് സമാപിക്കും. യോഗത്തിൽ നെല്ലിക്കുന്ന് മുഹിയുദ്ദീൻ ഖത്തീബ് GS അബ്ദുൽ റഹ്മാൻ മുസ്ലിയാർ പ്രാർത്ഥന നടത്തി. ഉറൂസ് കമ്മിറ്റി പ്രസിഡന്റായി TA മെഹ്മൂദ് ഹാജിയെയും ജനറൽ സെക്രട്ടറിയായി NA നെല്ലിക്കുന്ന് MLAയെയും തെരഞ്ഞെടുത്തു. CM അഷ്റഫാണ് ട്രഷറർ. കുഞ്ഞാമു കട്ടപ്പണി ജനറൽ ക്യാപ്റ്റനും ഹനീഫ് ആപ്പു വളണ്ടിയർ കോർ ജനറൽ സെക്രട്ടറിയുമാണ്. യോഗത്തിൽ കുഞ്ഞാമു കട്ടപ്പണി അധ്യക്ഷത വഹിച്ചു. ട്രഷറർ NA ഹമീദ് സംസാരിച്ചു. ജനറൽ സെക്രട്ടറി ഹനീഫ് നെല്ലിക്കുന്ന് സ്വാഗതവും NU ഇബ്രാഹിം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചിത്താരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ കുട്ടികൾക്കായുള്ള നിക്ഷേപ പദ്ധതി വിദ്യാനിധിയുടെ ഉദ്ഘാടനം രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സബീഷ് നിർവഹിച്ചു. ചിത്താരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ കുട്ടികൾക്കായുള്ള നിക്ഷേപ പദ്ധതി വിദ്യാനിധിയുടെ ഉദ്ഘാടനം നടന്നു. രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സബീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഡിഗ്രിക്ക് വേണ്ടേ, കൂടുതൽ പൈസ വേണ്ടേ? അപ്പൊ അതിന് ആ കാശ് നമുക്ക് ഉപകാരപ്രദമാകുന്ന നിലയിൽ ഇപ്പോഴേ നമ്മളൊരു നിക്ഷേപം തുടങ്ങുകയാണ് അല്ലേ? അച്ഛനമ്മമാർ എങ്ങനെയാണ് നമ്മുടെ യൂണിഫോമിന് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ പൈസ എന്നത് അവർക്ക് കിട്ടുന്ന പൈസ എല്ലാം ചെലവാക്കില്ല, കുറച്ച് വെക്കുമല്ലേ? അപ്പോ നിക്ഷേപം അല്ലെങ്കിൽ നമ്മുടെ മിച്ചം വെക്കുന്നത് നമ്മൾ നാളെ ഒരു കാര്യം ചെയ്യുന്നത് ആവശ്യമായ കാര്യം നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ അത് ചെറുപ്പത്തിലെ അങ്ങനെ ഒരു ശീലം തുടങ്ങിയാൽ നമുക്ക് വലുതാകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിന് വേണ്ടിയാണ് ബാങ്ക് വിദ്യാനിധി പദ്ധതി രൂപീകരിച്ചത്. ഹെഡ്മിസ്ട്രസ് ശ്രീരേഖ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ലോഹിതാക്ഷൻ P മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ M ബാലകൃഷ്ണൻ, ബാങ്ക് മുൻ പ്രസിഡന്റ് A കൃഷ്ണൻ, പ്രിൻസിപ്പൽ പ്രിയ, SMC ചെയർമാൻ AV പവിത്രൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് A ബാലൻ, ഡയറക്ടർ K ശ്രീധരൻ, സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് പ്രേമ, പ്രജീഷ് PK എന്നിവർ സംസാരിച്ചു. ബാങ്ക് പ്രസിഡന്റ് A പവിത്രൻ മാസ്റ്റർ സ്വാഗതവും ബാങ്ക് സെക്രട്ടറി കരുണാകരൻ കുന്നത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് കുമ്പളയിൽ
ബസ് വെയിറ്റിംഗ് ഷെഡ് നിർമ്മാണത്തെ ചൊല്ലിയുള്ള വിവാദം കത്തുന്നു. പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയിൽ 2 പേർക്കെതിരെ കേസെടുത്തു. ഹിൽഡ മുന്തേരോയ്ക്ക് കണ്ണീരോട് വിട നൽകി നാട്. വോർക്കാടി സാക്രഡ് ഹാർട്ട് ഓഫ് ജീസസ് പള്ളിയിലായിരുന്നു അന്തിമ ചടങ്ങുകൾ. MSF കാസർഗോഡ് ജില്ലാ സമ്മേളനം ജൂലൈ 10, 11, 12 തീയതികളിൽ കാസർഗോഡ് നടക്കും. പൊതുസമ്മേളനം PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. വനിതാ കമ്മീഷൻ തീരദേശ മേഖലാ ക്യാമ്പിന് തുടക്കം. ഗൃഹസന്ദർശനം, ഏകോപന യോഗം, സെമിനാർ തുടങ്ങിയവ നടക്കും. കേരള പ്രവാസി ലീഗ് ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിന് മുന്നിൽ അവകാശ സമരം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ PM മുനീർ ഹാജി ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ് ഓഫ് കാസർഗോഡിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. ലയൺ PMJF AV വാമൻകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.